ഞാൻ വീട്ടിലുണ്ടമ്മേ. വീട്ടിലെന്ന് പറഞ്ഞ അമ്മയുടെ വീട്ടില്. നീ ഇവിടെ എന്തെടുക്കുവാ? കുറച്ച് വെറുതെ പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നില്ലേ അമ്മേ, അതൊന്ന് വാരി വെക്കാന്ന് കരുതി. മഴ വന്ന് എല്ലാം നനയണ്ടല്ലോ. മതി മതി, നീ ഇപ്പൊ അവിടെ കിടന്ന് ജോലിയൊന്നും ചെയ്യാൻ പോകണ്ട. എന്തെങ്കിലുമൊക്കെ പുറത്ത് കിടക്കുന്നുണ്ടെങ്കിലേ അത് അവിടെ തന്നെ കിടന്നോട്ടെ. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഗോപാലനും സുനന്ദയൊക്കെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഗോപാലന്റെ മോളില്ലേ, അവള് എന്റെ പിറകിന്ന് മാറില്ല. ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം മാത്രമല്ല, ഭക്ഷണം കഴിപ്പിക്കലും നിർബന്ധിക്കലും ഒക്കെയുണ്ട്. അത് നന്നായി. അതിനൊക്കെ അമ്മയുടെ അടുത്ത് ഒരാൾ ആവശ്യം. അല്ലെങ്കിലേ കൃഷ്ണ ജോലിക്ക് പോയി കഴിഞ്ഞാ അമ്മ ഉഴപ്പമല്ലോ. അതെ, കൃഷ്ണമോൾക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ജോലിയാ. അവള് പോകുന്ന ഓഫീസുണ്ടല്ലോ, വലിയ ഓഫീസാണെന്നാ ഗോപാലൻ എന്നോട് പറഞ്ഞത്. ഞാനേ ഒരു ദിവസം അവളുടെ ഓഫീസിലേക്ക് പോകാന്ന് വിചാരിക്കേ. കൃഷ്ണ സമ്മതിച്ചു അതിന്? പിന്നെ സമ്മതിക്കാതെ, എനിക്ക് എന്റെ മോള് ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ കാണണ്ടേ. അതെ, നിന്റെ കാര്യം ഞാൻ അവളോട് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ഓഫീസിലോ പിന്നെ പരിചയക്കാരുടെ അടുത്തുമൊക്കെ നിനക്കൊരു ജോലി കണ്ടുപിടിക്കാൻ പറയാം. അതൊക്കെ പതുക്കെ മതി അമ്മേ. ഇപ്പോ അമ്മയുടെയും കൃഷ്ണയുടെയും കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. അതെ, ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ മറച്ചു വെച്ച് നീ എന്നെ നോക്കാൻ നിന്നതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. സമയം നേരെയാവുമ്പോ എല്ലാവരുടെയും കാര്യങ്ങളും നേരെയാവും മോളെ. നീ ഇനി വീട്ടിലേക്ക് പോയിക്കോ, അവിടെ തനിച്ച് നിൽക്കണ്ട. പിന്നെ ഞാൻ കൊടുങ്കാട്ടിലാണല്ലോ നിൽക്കുന്നേ, തനിച്ച് നിന്നാ പേടിക്കാനായിട്ട്. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. വീട് ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. അമ്മ തിരിച്ചു വരുമ്പോ അമ്മ എത്ര വൃത്തിയായിട്ടാണോ വീട് സൂക്ഷിച്ചേ അതുപോലെ തന്നെ വീടുണ്ടാവും. ശരി, ആയിക്കോട്ടെ. ശരി അമ്മേ.